ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, അങ്ങനെ. പിന്നെ 9 മണിക്ക് നമ്മൾ സയൻസ് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയുടെ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് 9 മണിക്ക് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് 12 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്, ലൈവായിട്ടാണ് ചെയ്യുന്നത്. കാലത്ത് നമ്മൾ പഠിപ്പിക്കുന്ന 3 ടോപ്പിക്സ് ഏതൊക്കെയാണ്? കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും രാത്രി. അത് കഴിഞ്ഞ് 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്, രാത്രി ലൈവായിട്ട് തന്നെ. ചെറിയ കോഡ്സും കണക്ഷൻസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ലൈവും 4 റെക്കോർഡഡ് ക്ലാസ്സും 6 ക്ലാസ്സുകളാണ് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പുതിയതായിട്ട് ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം ടെലഗ്രാമിലാണ് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് ആ ദിവസം ഏതൊക്കെ ടോപ്പിക്സ് ആണ് ക്ലാസ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് പഠിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നോട്ട്സ്, PDF ഇതെല്ലാം ടെലഗ്രാമിലൂടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് എടുത്തു നിർത്തിയത്? വെർബാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ അതിൽ ജെറണ്ട് എന്താണ്, ഇൻഫിനിറ്റീവ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതിൽ ജെറണ്ടും ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കണം. കാരണം ഇവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അത് ജെറണ്ട് ആണോ ഇൻഫിനിറ്റീവ് ആണോ എന്നുള്ള കാര്യത്തിൽ രീതിയിൽ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ തന്നിട്ട് നമുക്ക് ടു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ജെറണ്ട് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ലഭിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ എന്താണ് ജെറണ്ട്, എന്താണ് ഇൻഫിനിറ്റീവ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദി വേർബ് ആണെന്ന് നമ്മൾ പഠിച്ചു. ജെറണ്ട് എന്ന് പറയുമ്പോൾ വേർബ് ഫോമിൻ്റെ കൂടെ INGയും കൂടെ ചേരുന്നതാണ് ജെറണ്ട്. അതൊരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ വേർബിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ്സിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ജെറണ്ട്, എന്താണ് ഇൻഫിനിറ്റീവ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇൻഫിനിറ്റീവും ജെറണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ജസ്റ്റ് ഞാൻ പറയാം. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബേസ് ഫോം ഓഫ് ദി വേർബാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓഫ് ദി വേർബാണ്. അപ്പോൾ ഇതിന് നമ്മൾ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ബയോർ ഇൻഫിനിറ്റീവ് എന്നും ടു ഇൻഫിനിറ്റീവ് എന്നും നമ്മൾ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ ബയോർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ഫോം ഇപ്പോൾ എന്താണ്? ഗോ, ഇപ്പോൾ കം, വാക്ക് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ബേസ് ഫോം അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ തന്നെ വരുന്നതിനെയാണ് ബയോർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ഇനി ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബേസ് ഫോമിൻ്റെ ഫ്രണ്ടിൽ എന്തും കൂടെ വരും? ടു കൂടെ വരും. അതായത് ടു ഗോ, ടു കം, ഓക്കെ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ടു വാക്ക്, ഓക്കെ, ടു സീ, അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും നമ്മൾ പഠിച്ചു. ഈ പറയുന്ന വേർബിൻ്റെ കൂടെ INGയും കൂടെ ചേരുന്നതാണ് ജെറണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്നിട്ട് അതൊരു എന്താണ് നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞു. അതായത് ഇപ്പോൾ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുക അല്ലേ? അതൊരു വേർബാണ്. അതിൻ്റെ കൂടെ INGയും കൂടെ ചേരുമ്പോൾ അത് വാക്കിംഗ് ആവും. അതായത് നടത്തം എന്നായിട്ട് മാറും. നടത്തം എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? അതേപോലെ തന്നെ സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലിക്കുക, അതൊരു വെർബാണ്. അതിൻ്റെ കൂടെ ഒരു ING ചേരുമ്പോൾ സ്മോക്കിംഗ് എന്നായിട്ട് മാറി. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുകവലി എന്നുള്ളതായിട്ട് മാറി മീനിങ് അല്ലേ? അപ്പോൾ അതൊരു നൗൺ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഫിനിറ്റീവ്, എന്താണ് ബെയർ ഇൻഫിനിറ്റീവ്, എന്താണ് ടു ഇൻഫിനിറ്റീവ്, എന്താണ് ജെറണ്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ?
ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് ജെറണ്ട് ആണോ, ടു ഇൻഫിനിറ്റീവ് ആണോ, ഇൻഫിനിറ്റീവ് ആണോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ, ഇങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദ്യം ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിളും തമ്മിൽ മാറിപ്പോവും എല്ലാവർക്കും. കാരണം പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വേർബ് ഫോമിന്റെ കൂടെ ING ചേരുന്നത് തന്നെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ജെറണ്ട് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ വാക്കിംഗ് എന്ന് പറഞ്ഞു. ഈ വാക്കിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത് ഒരു സെന്റൻസിൽ, അതോ ജെറണ്ട് ആയിട്ടാണോ? ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജെറണ്ടും അതുപോലെ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിളും നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. ജെന്നിയാണ് കേട്ടോ. ജെന്നി എൻജോയ്സ് വാക്കിംഗ്. ഓക്കെ, ജെന്നി എൻജോയ്സ് വാക്കിംഗ് ഒരു സെൻറ്റൻസ് ആണ്. അടുത്തൊരു സെൻറ്റൻസ് നോക്കിക്കേ. ജെന്നി ഈസ് വാക്കിംഗ് റൈറ്റ് നൗ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിൽ വാക്കിംഗ് ഉണ്ട്, ഇതിലും വാക്കിംഗ് ഉണ്ട് അല്ലേ. ഈ വാക്കിങ്ങിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്ന് ജെറണ്ടായിട്ടും ഒന്ന് പ്രസന്റ് പാർട്ടിസിപ്പിളും ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് തന്നു, ജെന്നി എൻജോയ്സ് വാക്കിംഗ് ഈസ് എന്ന് പറഞ്ഞിട്ട് ജെറണ്ട്, അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ തരും. അങ്ങനെ 4 ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ജെറണ്ട് തന്നിട്ടുണ്ട്, ദെൻ പ്രസന്റ് പാർട്ടിസിപ്പിൾ തന്നിട്ടുണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസ് നിങ്ങൾ നോക്കുക, ജെന്നി എൻജോയ്സ് വാക്കിംഗ്. ഇതിൽ വാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ജെറണ്ട് ആണോ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബ് ഫോമിന്റെ കൂടെ ING ചേർന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്രം ഇത് ജെറണ്ട് ആവില്ല. കാരണം പ്രസന്റ് പാർട്ടിസിപ്പിളും അങ്ങനെ തന്നെയാണ്. ING ഫോം ഉണ്ടെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലേ. പക്ഷേ നമ്മൾ പറഞ്ഞു ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING ചേരുമ്പോൾ മാത്രമല്ല, അതിന് നൗൺ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയാം അല്ലേ. വേർബിന്റെ കൂടെ ING ചേരണം, എന്നിട്ട് അത് നൗൺ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിന്റെ അർത്ഥം എന്താണ്? ജെന്നി എൻജോയ്സ് വാക്കിംഗ്. ജെന്നി അവളുടെ നടത്തം എൻജോയ് ചെയ്യുന്നു എന്നല്ലേ. അപ്പം നടത്തം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഒരു നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെന്താണ്? ഇത് ജെറണ്ട് ആണ്. ഇനി അപ്പം എന്തായിരിക്കും പ്രസന്റ് പാർട്ടിസിപ്പിൾ? രണ്ടാമത്തെ സെന്റൻസ് നിങ്ങൾ നോക്കുക, ജെന്നി ഈസ് വാക്കിംഗ് റൈറ്റ് നൗ. ജെന്നി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ പറയുന്നത്, നടത്തം എന്നല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വേർബാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. ഇത് ഒരു വേർബിനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു പ്രവൃത്തിയാണ്, ആൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കാണിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഇതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ ജെന്നി എൻജോയ്സ് വാക്കിംഗ്, ജെന്നി വാക്കിംഗ് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നടത്തമാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ നടത്തം എന്ന് പറയുന്നത് ഇവിടെ ഒരു നൗൺ ആയിട്ടാണ് ഈ വാക്കിംഗ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ജെന്നി ഈസ് വാക്കിംഗ് റൈറ്റ് നൗ. അവളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തിയാണ് ഇവിടെ വാക്കിംഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വെർബിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിളും, അല്ലാതെ ഒരു നൗണിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അത് എന്താണ്? ജെറണ്ടുമാണ്. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസിൽ ഈ വാക്കിംഗ് എന്ന് പറയുന്നത് ജെറണ്ട് ആണ്. ഒന്നാമത്തെ സെന്റൻസിലെ വാക്കിംഗ് ജെറണ്ട് ആണ്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിലെ വാക്കിംഗ് എന്താ? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. സെക്കൻഡ് വൺ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഫസ്റ്റ് വൺ ജെറണ്ട് ആണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ തരുവാണ്. ദ ഫാമിലി എൻജോയ്സ് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ സെന്റൻസ്. ഇനി രണ്ടാമത്തെ സെന്റൻസ് തന്നിരിക്കുന്നത് ബീന ഈസ് ട്രാവലിംഗ് ടു ഇംഗ്ലണ്ട്. ഓക്കെ, ഇങ്ങനൊരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഇപ്പം രണ്ടിലും എന്തുണ്ട്? ട്രാവലിംഗ് എന്ന് പറയുന്നത് ഉണ്ട് അല്ലേ. എന്നിട്ട് നമുക്ക് നേരത്തെ പോലെ ഓപ്ഷൻസ് തന്നിരിക്കുവാണ്. ഇത് ജെറണ്ട് ആണോ? ഓപ്ഷൻ എ പറയുന്നത് ജെറണ്ട് ആണ്. രണ്ടാമത്തേത്
പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ സെന്റൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ദ ഫാമിലി എൻജോയ്സ് ട്രാവലിംഗ്. എന്താ അർത്ഥം? ആ ഫാമിലി ട്രാവലിംഗ് എൻജോയ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവലിംഗ് എൻജോയ് ചെയ്യാണ് അല്ലേ? യാത്ര എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ യാത്ര എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇതെന്താണ്? ഇതൊരു നൗൺ ആണ്. എന്നാൽ രണ്ടാമത്തെ കേസിലോ, ബീന ഈസ് ട്രാവലിംഗ് ടു ഇംഗ്ലണ്ട് അല്ലേ? ഇംഗ്ലണ്ടിലേക്ക് ട്രാവൽ ചെയ്യാണ്, ഇപ്പൊ യാത്ര ചെയ്യുകയാണ് അല്ലേ? യാത്ര ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു വേർബ് ആയിട്ടാണ് ഈ ട്രാവലിംഗ് എന്ത് ചെയ്തിട്ടുള്ളത്? ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ദ ഫാമിലി എൻജോയ്സ് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ട്രാവലിംഗ് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഒന്നാമത്തെ കേസിൽ ഇതൊരു ജെറണ്ട് ആണ്. രണ്ടാമത്തെ കേസിലോ, ബീന ഈസ് ട്രാവലിംഗ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലോട്ട് ട്രാവൽ ചെയ്യാണ്, യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വേർബാണ്, ക്രിയയാണ്, അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സോ അതെന്താണ്? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ING ഒരു വെർബിന്റെ കൂടെ ING ഫോമിൽ ചേർന്നിട്ട് ING ചേർന്ന് അതൊരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് ജെറണ്ടും, അല്ലാതെ അതൊരു വെർബ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയാം. അപ്പൊ നിങ്ങൾ മീനിങ് നോക്കിയിട്ട് വേണം അത് ജെറണ്ട് ആണോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ജെറണ്ടും പ്രസന്റ് പാർട്ടിസിപ്പിളും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഫിനിറ്റീവിലോട്ട് വരാം. ഇൻഫിനിറ്റീവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ടു ഇൻഫിനിറ്റീവ് എങ്ങനെ, ബെയർ ഇൻഫിനിറ്റീവ് എങ്ങനെ, ജെറണ്ട് ആണോ? ഒരു സെന്റൻസ് തന്നിട്ട് അതിൽ എന്താണ് വരേണ്ടത്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ബേസ് ഫോം ഇപ്പൊ അങ്ങനെ തന്നെ എഴുതുവാണെങ്കിൽ ഇപ്പൊ ഗോ, കം, വാക്ക് എന്നിങ്ങനെ ബേസ് ഫോം അതേപോലെ എഴുതി വെക്കുവാണെങ്കിൽ അതാണ് ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം. ഒരു സെന്റൻസ് നോക്കാം. ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. അപ്പോൾ ഇവിടെ ഈ ഗോ എന്ന് പറയുന്ന വെർബ് എന്താണ്? അത് അതുപോലെ അതിൻ്റെ ബേസ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെന്താ? ഇത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. അതേപോലെ യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. അപ്പോൾ ഇവിടെ ആസ്ക് എന്ന് പറയുന്ന വെർബ് അതിൻ്റെ ബേസ് ഫോമിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് എന്താ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ഇനി നമുക്ക് തരുന്നത് ഒരു സെന്റൻസ് തന്നിട്ട് ഇവിടെ ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ തരും. അപ്പോൾ നിങ്ങൾക്ക് അറിയണം അവിടെ ബെയർ ഇൻഫിനിറ്റീവ് ആണോ, ടു ഇൻഫിനിറ്റീവ് ആണോ, ജെറണ്ട് ആണോ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ, എന്താണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവണം. അപ്പം അങ്ങനെ ബെയർ ഇൻഫിനിറ്റീവ് വരുന്ന കേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില വേർഡ്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാനിവിടെ വില്ല്, ഇവിടെ ഹാഡ് ബെറ്റർ, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ബെയർ ഇൻഫിനിറ്റീവ് വന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാക്കുകളുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ വാക്ക് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബെയർ ഇൻഫിനിറ്റീവ്, അതായത് ബേസ് ഫോം ഓഫ് ദി വേർബ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക ഏതൊക്കെയാണ് വാക്ക് എന്നുള്ളത്. ബെയർ ഇൻഫിനിറ്റീവ് വരുന്ന ഒരു സെന്റൻസിൽ വരണമെങ്കിൽ അവിടെ ഏതൊക്കെ വേർഡ്സ് ഉണ്ടെങ്കിലാണ് പറ്റുക? ആദ്യത്തേത് വില്ല്, ഓക്സിലറി വേർബ്സ് ആയിട്ടുള്ള വില്ല്, വുഡ്. ഓക്കെ, ദെൻ ഷാല്, ഷുഡ്, ദെൻ ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഓക്കെ, മേ, മൈറ്റ്. പിന്നെ മസ്റ്റ്, ദെൻ ഡു, ഡസ്. ഇത് എഴുതിയെടുക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഡ്, ഡൂവിൻ്റെ എല്ലാ ഫോമും, ഡു, ഡസ്, ഡിഡ്. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ ഹാഡ് ബെറ്റർ, വുഡ് റാദർ, ദെൻ റാദർ ദാൻ, ദെൻ ഡയർ, ഫീൽ, ഫൈൻഡ്, അതുപോലെ തന്നെ ലെറ്റ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സേവ്, നീഡ് കേട്ടോ, നീഡ്, നോട്ടീസ്, വാച്ച്, സൂണർ ദാൻ, യൂസ്ഡ് ടു. ഇങ്ങനെയുള്ള വേർഡ്സ് നമ്മുടെ സെന്റൻസിലുണ്ടോ? അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്, അതായത് ബേസ് ഫോം ആണ്. ഗോ, കം, വാക്ക്, സീ, ആസ്ക്. മനസ്സിലായോ?
പ്ലേ. അപ്പം അങ്ങനെയുള്ള ബേസ് ഫോമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെ വന്നാലാണ്? വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡു, ഡസ്, ഡിഡ്, ഹാഡ് ബെറ്റർ, വുഡ് റാദർ, റാദർ ദാൻ, ഡെയർ, ഫീൽ, ഫൈൻഡ്, ലെറ്റ്, സേവ്, നീഡ്, നോട്ടീസ്, വാച്ച്, സൂണർ ദാൻ, യൂസ്ഡ് ടു. ഇത്രയും വേർഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വച്ചേക്കാം. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. ടു ഇൻഫിനിറ്റീവ് എങ്ങനെയാണ് വരുന്നത്? ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ടു ഇൻഫിനിറ്റീവ് വരുന്ന സെൻറ്റൻസുകൾ കണ്ടുപിടിക്കാം നോക്കാം. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബേസ് ഫോമിൻ്റെ കൂടെ ഒരു ടൂവും കൂടെ വരും. അതായത് ടു ഗോ അല്ലേ, ടു കം, ടു വാക്ക് എന്നിങ്ങനെ ടു ചേർത്ത് വരുന്നതാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഐ വോണ്ട് ടു ഗോ, ഐ വോണ്ട് ടു ഗോ. ഐ have decided to go there. I have decided to go there. അപ്പോൾ ഇവിടെ ടു ഗോ എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബേസ് ഫോമിൻ്റെ കൂടെ ഒരു ടൂവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഈ ടു ഇൻഫിനിറ്റീവ് വരുന്ന സന്ദർഭങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒരു സെൻറ്റൻസ് തന്നാൽ നമുക്ക് അവിടെ എങ്ങനെയാണ് ടു ഇൻഫിനിറ്റീവ് ആണോ ബെയർ ഇൻഫിനിറ്റീവ് ആണോ? അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് വേർഡ്സ് പഠിച്ചു അല്ലേ. വില്ല്, വുഡ്, ഷാല്, ഷുഡ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതേപോലെ ടു ഇൻഫിനിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. നമ്മുടെ സെൻറ്റൻസിൽ വാണ്ട് ഉണ്ടോ എന്ന് നോക്കാം. അതേപോലെ വിഷ്, വുഡ് ലൈക്ക്, റിക്വസ്റ്റ്, സേ, tent, wait, pretend, pretend, then promise, refuse ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. deserve, manage, need, then offer, arrange, decide, demand, agree, then ask, come, appear, afford, അതേപോലെ appear, ഓക്കെ appear പറഞ്ഞല്ലേ. then care, claim, consent, fail, plan ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും വരേണ്ടത്. വാണ്ട്, വിഷ്, വുഡ് ലൈക്ക്, അതേപോലെ തന്നെ റിക്വസ്റ്റ്, സേ, ടെൻറ്റ്, വെയിറ്റ്, പ്രിറ്റൻഡ്, പ്രോമിസ്, റെഫ്യൂസ്, ഡിസേർവ്, മാനേജ്, നീഡ്, ഓഫർ, അറേഞ്ച്, ഡിസൈഡ്, ഡിമാൻഡ്, എഗ്രി, ആസ്ക്, കം, അപ്പിയർ, അഫോർഡ്, കെയർ, ക്ലെയിം, കൺസെൻറ്റ്, ഫെയിൽ, പ്ലാൻ ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എഴുതിയിട്ടുള്ള സെൻറ്റൻസ് ഐ വോണ്ട് ടു ഗോ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ടു ഗോ വന്നത്? ഇവിടെ വാണ്ട് കിടപ്പുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൽ വാണ്ട് ഉണ്ട്. വാണ്ട് കഴിഞ്ഞിട്ട് ടു ഇൻഫിനിറ്റീവ് വരണം. സോ ഐ വോണ്ട് ടു ഗോ എന്നാണ്. ഓക്കെ, അടുത്തത് ഐ ഹാവ് ഡിസൈഡഡ് ടു ഗോ. ഇപ്പോൾ ഡിസൈഡ് എന്ന് പറയുന്നൊരു വേർഡ് അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇതേ ഡിസൈഡ് അല്ലേ. അപ്പോൾ ഡിസൈഡഡ് ടു ഗോ, ഡിസൈഡ് ഉള്ളത് കൊണ്ട് അവിടെ ടു ഇൻഫിനിറ്റീവ് വരണം, ടു ഗോ. അപ്പോൾ നമുക്കറിയാം, അതായത് ഇവിടെ ഈ ഒരു വേർബ് തന്നെയാണ്. ഇപ്പോൾ ഐ വോണ്ട് ടു ഗോ, വോണ്ട് എന്ന് പറയുന്നത്, ഡിസൈഡഡ് എന്ന് പറയുന്നത്, ഇതെല്ലാം ഒരു വേർബാണ്. ഡിസൈഡഡ് എന്ന് പറയുന്നത് ഒരു വെർബാണ്. ഒരു വെർബ് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു വെർബ് വരത്തില്ല. അപ്പോൾ ഒരു വെർബ് കഴിഞ്ഞ് എപ്പോഴും ഒന്നുകിൽ ടു ഇൻഫിനിറ്റീവ് വരും. ഓക്കെ, ഒരു വെർബിന് ശേഷം എപ്പോഴും ഒന്നുകിൽ ടു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ പിന്നെന്താ വരിക, ഒരു ജെറണ്ടാണ് വരിക. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് വരുന്ന വേർഡ്സ് ആണ് ഈ പറഞ്ഞത്. ഈ വേർഡ്സ് ഒക്കെ സെൻറ്റൻസിലുണ്ടെങ്കിൽ അവിടെ വെർബ് കഴിഞ്ഞിട്ട് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും വരാം.
ഇനി ജെറണ്ട് വരുന്ന കേസും ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ടു ഇൻഫിനിറ്റീവ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ജെറണ്ട് വരുന്നൊരു കേസ് നോക്കാം. ഓക്കെ, ഇപ്പം ജെറണ്ട് വരുന്ന കേസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ എക്സാമ്പിൾ നോക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ജെറണ്ട്, ഇപ്പം ജെറണ്ട് വരുന്ന യൂസ് ചെയ്യേണ്ട വേർഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് എക്സാമ്പിളാണ് എൻജോയ്, എൻജോയ്, അവോയ്ഡ്, അവോയ്ഡ്, കീപ്, സജസ്റ്റ്, then imagine, imagine, deny, deny, can't, can't, mind, mind, finish, finish, discuss, discuss, anticipate, anticipate, dislike, dislike. ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജെറണ്ട് ആയിരിക്കും, ജെറണ്ട് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില ശൈലികൾ, അതായത് ഹൗ അബൌട്ട് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഫീൽ ലൈക്ക്, ഫീൽ ലൈക്ക് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്ന് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഇറ്റ് ഈസ് നോട്ട് യൂസ്, ഇറ്റ് ഈസ് നോട്ട് യൂസ് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഡു യു മൈൻഡ്, ഡു യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ, അതേപോലെ കാൺ ബെയർ, കാൺ ബെയർ വന്നു കഴിഞ്ഞാൽ, ദെൻ കാൺ ഹെൽപ്പ്, കാൺ ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ, ദർ ഈസ് നോ പോയിന്റ് ഇൻ, ദർ ഈസ് നോ പോയിന്റ് ഇൻ. ഇതൊക്കെ നമ്മുടെ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ജെറണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്, ഐ കാൺട്ട് ഹെൽപ്പ്, ഐ കാൺട്ട് ഹെൽപ്പ് ഡാഷ്, ഇവിടെ ബ്രാക്കറ്റിൽ തിങ്ക് എന്ന് തന്നിട്ടുണ്ട്, എന്നിട്ട് എബൌട്ട് ഇറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഐ കാൺട്ട് ഹെൽപ്പ് ഡാഷ് തിങ്ക് എബൌട്ട് ഇറ്റ്. ഇവിടെ എന്താണ് വരിക എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഐ കാൺട്ട് എന്നാണ് അല്ലേ. അപ്പോൾ കാൺട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റൻസിലുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ദേ കാൺട്ട് നമ്മുടെ സെൻറ്റൻസിലുണ്ട്, അപ്പോൾ നമ്മൾ ജെറണ്ട് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തിങ്ക് എന്ന് പറയുന്നത് ജെറണ്ട് ഫോമിലോട്ട് മാറുമ്പോൾ എന്ത് പറ്റും? തിങ്കിങ് ആയിട്ട് മാറും. അപ്പോൾ ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ് എന്നായിട്ട് എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ജെറണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ PYQs നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ജെറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ടു ഇൻഫിനിറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും, ബെയർ ഇൻഫിനിറ്റീവ്, അതിൻ്റെ എല്ലാം സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ പഠിച്ചു. ഇനി ചില കേസിൽ ചില വേർഡ്സ് നമ്മുടെ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജെറണ്ടും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. ജെറണ്ട് യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവും യൂസ് ചെയ്യാം. രണ്ട് യൂസ് ചെയ്താലും മീനിങ് ഒന്നും മാറാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ചില വേർഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കണ്ടിന്യൂ, കണ്ടിന്യൂ, ബിഗിൻ, ബിഗിൻ, ഹേറ്റ്, ഹേറ്റ്, ലൈക്ക്, ലവ്, പ്രിഫർ, പ്രപ്പോസ്, പ്രപ്പോസ്, സ്റ്റാർട്ട്. ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജെറണ്ടും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവ്സും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഐ ലൈക്ക് സീയിങ് യു, ലൈക്ക് വന്നു, നമ്മൾ സീയിങ് എന്ന് പറയുന്ന ജെറണ്ട് യൂസ് ചെയ്തു. ഇതേ സമയം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ ലൈക്ക് ടു സീ യു എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അവിടെ ഒരു ലൈക്ക് കഴിഞ്ഞ് ടു സീ, അതായത് ടു ഇൻഫിനിറ്റീവ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഐ ലൈക്ക് സീയിങ് യു, ഐ ലൈക്ക് ടു സീ യു, രണ്ടും ശരിയാണ്. അപ്പോൾ ലൈക്ക് വന്നാൽ നമുക്ക് ജെറണ്ട് ആണെങ്കിലും യൂസ് ചെയ്യാം, ടു ഇൻഫിനിറ്റീവ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ച് PYQs നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. ഐ ഡിസ്ലൈക്ക് ഡാഷ് എന്ന് പറഞ്ഞിട്ട് വാച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? TV എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? ഐ ഡിസ്ലൈക്ക് വാച്ച് എന്ന് തന്നിട്ടുണ്ട്. ടു വാച്ച് ഉണ്ട്, വാച്ചിങ് ഉണ്ട്, വാച്ചസ് ഉണ്ട്, വാച്ച്ഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജെറണ്ടോ അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ഒക്കെയാണ് ഇവിടെ വരിക എന്നുള്ളത് നമുക്കറിയാം. വാച്ചസും വാച്ച്ഡൊന്നും അല്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആകും. ഐ ഡിസ്ലൈക്ക് അല്ലേ, ടു വാച്ച് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, നമ്മൾ ചില വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ജെറണ്ട് വരുന്ന കുറച്ച് വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളതാണ് എൻജോയ്,
അവോയ്ഡ്, കീപ്, സജസ്റ്റ്, ഇമാജിൻ, ഡിനൈ, കാണ്ട്, മൈൻഡ്, ഫിനിഷ്, ഡിസ്കസ്, ആൻറ്റിസിപ്പേറ്റ്, ഡിസ്ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം ഡിസ്ലൈക്ക് എന്ന് പറയുന്ന വേർഡ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജെറണ്ട് ആണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഡിസ്ലൈക്ക് വന്നാൽ ജെറണ്ട് യൂസ് ചെയ്യണം. സോ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി, വാച്ചിങ്. വാച്ചിങ് ആണ് ജെറണ്ട് ആയിട്ട് വരാം. അപ്പം ഐ ഡിസ്ലൈക്ക് വാച്ചിങ് TV എന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് വാച്ചിങ് വന്നത്? ഡിസ്ലൈക്ക് എന്ന് പറയുന്ന വാക്ക് വന്നാൽ ജെറണ്ട് യൂസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അടുത്ത ചോദ്യം, ഐ ട്രൈഡ് ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ് ഡാഷ് ആൻഡ് വെന്റ് ഓൺ ഡാഷ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ആൻസർ. ഇവിടെ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ്. റെഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ പഠിച്ചു. എവിടെയാണ് പഠിച്ചത്? റെഫ്യൂസ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു ഇൻഫിനിറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചു. ആ വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെച്ചെങ്കിലേ ഇത് ഓർമ്മ വരുള്ളൂ. റെഫ്യൂസ്ഡിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് ടു ഇൻഫിനിറ്റീവ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റെഫ്യൂസ്ഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടു ഇൻഫിനിറ്റീവ് വരണം. അപ്പം തന്നെ നമ്മുടെ ആൻസർ കിട്ടി. ആദ്യം ടു വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ലിസൺ ആണ്, ഇവിടെ ലിസണിങ് ആണ്, ഇവിടെ ഇൻ ലിസണിങ് ആണ്. ടു വെച്ച് വരുന്നത് ആദ്യത്തേത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആൻസർ കിട്ടി. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ് ടു ലിസൺ ആൻഡ് വെന്റ് ഓൺ ഗ്രംപ്ലിംഗ്. ഓക്കെ, അപ്പോൾ റെഫ്യൂസ്ഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ചേർക്കണം എന്നുള്ള കാര്യം അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ചൂസ് ദി കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ ടു ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് വിത്ത്. തന്നിരിക്കുന്നത് ഐ കോട്ട് ഹിം ഡാഷ് ഓവർ മൈ വാൾ, ഐ ആസ്ക്ഡ് ഹിം ഡാഷ് ബട്ട് ഹി റെഫ്യൂസ്ഡ് ഡാഷ് എനിത്തിങ്, സോ ഐ ഹാഡ് ഡാഷ് ഹിം ഗോ. അപ്പോൾ ഇവിടെ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത് അല്ലേ, 4 ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നമുക്കവിടെ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചതിൽ ഇപ്പം നമ്മൾ ഒരെണ്ണം പറഞ്ഞതേ ഉള്ളൂ, റെഫ്യൂസ്ഡ്. റെഫ്യൂസ്ഡ് കഴിഞ്ഞാൽ ടു എന്ന് പറയുന്നത് യൂസ് ചെയ്യണം. അപ്പോൾ ടു എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 1, 2, 3. മൂന്നാമത് ടു വെച്ചിട്ട് വരുന്നത് നമുക്ക് ഓപ്ഷൻസ് പിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എവിടെയും ടു ഇല്ല. അപ്പോൾ ബി അല്ല എന്നുള്ളത് മനസ്സിലായി. ഇവിടെ മൂന്നാമതായിട്ട് ഇവിടെ ടു വരുന്നുണ്ട്, പിന്നെ ഇവിടെയും മൂന്നാമത് ടു വരുന്നുണ്ട്, ഇവിടെയും മൂന്നാമത് ടു വരുന്നുണ്ട്. അപ്പോൾ ഈ 3 നമുക്ക് അവിടെ നിർത്തിവെക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആസ്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആസ്ക് വന്നു കഴിഞ്ഞാലും ടു ഇൻഫിനിറ്റീവ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് ടു ഇൻഫിനിറ്റീവ് വരണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ടാമത്തേതിൽ ടു ഇല്ല. അപ്പോൾ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ടു എക്സ്പ്ലെയിൻ വെച്ചിട്ട് ഇവിടെ രണ്ടിടത്തും വരുന്നുണ്ട്. ഇനി ആദ്യത്തേത് ഐ കോട്ട് ഹിം ഡാഷ് ആണ് തന്നിരിക്കുന്നത്. ക്ലൈംബിംഗ് ഓവർ ആണോ ആസ് ക്ലൈംബിംഗ് ആണോ? ഐ കോട്ട് ഹിം ആസ് ക്ലൈംബിംഗ് എന്ന് നമ്മൾ പറയുമോ? ഇല്ല അല്ലേ. ആസ് ക്ലൈംബിംഗ്, ഐ കോട്ട് ഹിം ആസ് ക്ലൈംബിംഗ് എന്ന് പറയത്തില്ല. അപ്പോൾ നമുക്ക് ഇതും വെട്ടിക്കളയാം. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ആൻസർ? പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്തി. ഓപ്ഷൻ സി ആയിരിക്കും. ബാക്കി 3 അല്ല എന്നുള്ളത് മനസ്സിലായി അല്ലേ. അപ്പോൾ ഐ കോട്ട് ഹിം ക്ലൈംബിംഗ് ഓവർ മൈ വാൾ, ഐ ആസ്ക്ഡ് ഹിം ടു എക്സ്പ്ലെയിൻ ബട്ട് ഹി റെഫ്യൂസ്ഡ് to say anything, so I had to let him go. മനസ്സിലായോ? പെട്ടെന്ന് ആൻസറിലോട്ട് എത്തി. അപ്പോൾ ആസ്ക്ഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വരണം, റിഫ്യൂസ്ഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വരണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് എക്സാമ്പിൾസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. PYQs ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. മൈ സിസ്റ്റർ എൻജോയ്സ് ഡാഷ് മ്യൂസിക്. ഇവിടെ ലിസൺ എന്നാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? മൈ സിസ്റ്റർ എൻജോയ്സ് എന്ന് പറയുന്നൊരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എവിടെയാണ് പഠിച്ചത്? എൻജോയ്, അവോയ്ഡ്, കീപ്, സജസ്റ്റ് ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജെറണ്ട് ഫോമാണ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം മൈ സിസ്റ്റർ എൻജോയ്സ്, ലിസൺ എന്ന് പറയുന്നത് ജെറണ്ട് ഫോമിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിസണിങ് എന്ന് കിട്ടും അല്ലേ. അപ്പം മൈ സിസ്റ്റർ എൻജോയ്സ് ലിസണിങ് മ്യൂസിക് എന്നാണ് വരിക. എന്തുകൊണ്ടാണ്? എൻജോയ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജെറണ്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പം എൻജോയ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജെറണ്ട് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ഹി പ്ലാൻസ് ഡാഷ് ദിസ് ഇയർ. ഇവിടെ റിട്ടയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്.
ഹി പ്ലാൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻ എന്ന് പറയുന്ന ഇത് വരുന്ന സമയത്ത് പ്ലാൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പ്ലാൻ, ഓക്കെ, പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലാൻ, ഫെയിൽ, കൺസെന്റ്, ക്ലെയിം, കെയർ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം ടു ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള വാക്ക് റിട്ടയർ എന്ന് പറയുന്നതിൻ്റെ ടു ഇൻഫിനിറ്റീവ് എന്താണ്? ഹി പ്ലാൻസ് ടു റിട്ടയർ അല്ലേ? ഹി പ്ലാൻസ് ടു റിട്ടയർ ദിസ് ഇയർ എന്നുള്ളതാണ് ആൻസർ വരാം. മനസ്സിലായോ? അടുത്തത് ഹി അവോയ്ഡഡ് ഡാഷ് ടു ഹെർ. എന്താണ് ഹി അവോയ്ഡഡ്? അവോയ്ഡഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അവോയ്ഡ്, എൻജോയ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ജെറണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവോയ്ഡഡ് കണ്ടപ്പോൾ ജെറണ്ട് ആണെന്ന് മനസ്സിലായി. ഇവിടെ ടോക്ക് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ജെറണ്ട് ഫോമിലോട്ട് മാറ്റുമ്പോൾ ടോക്കിൻ്റെ കൂടെ ഒരു ING ചേർക്കണം, ടോക്കിംഗ്. അപ്പോൾ ഹി അവോയ്ഡഡ് ടോക്കിംഗ് ടു ഹെർ. ആൻസർ ആയല്ലോ. അടുത്തത് ഷീ പ്രോമിസ്ഡ് ഡാഷ് ഹെൽപ്പ് മീ എന്നുള്ളതാണ്. ഇവിടെ എന്താണ് വരിക? ഷീ പ്രോമിസ്ഡ്. പ്രോമിസ്ഡ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ പഠിച്ചു അല്ലേ? പ്രോമിസ്ഡ്, പ്രോമിസ് എന്ന് പറയുന്നത് പ്രോമിസ്, റെഫ്യൂസ്, പ്രിറ്റൻഡ്, ഡിസേർവ്, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ പ്രോമിസ്ഡിൻ്റെ കൂടെ ടു ഇൻഫിനിറ്റീവ് നമ്മൾ യൂസ് ചെയ്യണം. സോ നമ്മുടെ ആൻസർ എന്താ? ഇവിടെ ഹെൽപ്പ് ആണ്. അത് ടു ഇൻഫിനിറ്റീവ് ആവുമ്പോൾ ഷീ പ്രോമിസ്ഡ് ടു ഹെൽപ്പ് അല്ലേ? ഷീ പ്രോമിസ്ഡ് ടു ഹെൽപ്പ് മീ എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്തത് യു ഹാഡ് ബെറ്റർ ഡാഷ് കൺസൾട്ട് എ ഡോക്ടർ. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? ഹാഡ് ബെറ്റർ നമ്മൾ പഠിച്ചു വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഹാഡ് ബെറ്റർ, റാദർ ദാൻ, വുഡ് റാദർ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബെയർ ഇൻഫിനിറ്റീവ് ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ബെയർ ഇൻഫിനിറ്റീവ്. അപ്പം ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ബേസ് ഫോം അതുപോലെ തന്നെ എഴുതണം. അപ്പം യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. ചിലർക്കൊക്കെ വരും യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ എന്ന് എഴുതാനുള്ളൊരു ടെൻഡൻസി തീർച്ചയായിട്ടും വരും. അതിനാണ് നമ്മൾ ഈ റൂൾസ് പഠിക്കുന്നത്. ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും എന്തേ വരത്തുള്ളൂ? ബേസ് ഫോം ആണ് വരത്തുള്ളൂ, ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരത്തുള്ളൂ, അല്ലാതെ ടു വരത്തില്ല. ഓക്കെ, ING ഫോം വരത്തില്ല. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ പറയാൻ പറ്റില്ല. യു ഹാഡ് ബെറ്റർ കൺസൾട്ടിങ് എ ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, എന്തുകൊണ്ടാണ്? ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് കിട്ടുക. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ വേർഡ്സ് ഉണ്ടല്ലോ അത് നിങ്ങൾ പഠിച്ചെടുക്കുക തന്നെ ചെയ്യണം. ഒരു 2 തവണ വായിക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ ജെറണ്ട് ആണ്, ഏതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ് ആണ്, ഏതൊക്കെ വേർഡ്സ് കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജെറണ്ട് ഇൻഫിനിറ്റീവ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രസന്റ് പാർട്ടിസിപ്പിളും ജെറണ്ടും എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? വേർബിൻ്റെ കൂടെ ING ചേർന്ന് നൗൺ ആവുകയാണെങ്കിൽ അത് ജെറണ്ടും, വേർബിൻ്റെ കൂടെ ING ചേർന്ന് അത് വേർബിൻ്റെ മീനിങ്ങിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിളും ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജെറണ്ടും ഇൻഫിനിറ്റീവ്സും പഠിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു, ബൈ.